ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Appz corner. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാജിക് ചിക്കനാണ്. അപ്പോൾ പേര് പോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് മാജിക് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അത് 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ചട്ടി തന്നെ എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ സവാളയൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ വേണം. അതുകൊണ്ട് ഇത് കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതിയാകും. പിന്നെ മിക്സിയിലിട്ടിട്ട് ചതയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകുന്ന രീതിയിൽ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇത് വഴണ്ടി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വഴണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ തന്നെ വഴറ്റിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാൻ ചേർത്ത മുളകിന് എരിവ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്നും മുരിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വേറെ പാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും അടി പിടിക്കില്ല. അപ്പോൾ മൺചട്ടി ആണെങ്കിൽ നമ്മൾ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പീസസ് ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലയും ചിക്കനും കൂടി നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി വയ്ക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിപ്പോൾ ചിക്കൻ ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്തിട്ടും ഉണ്ട്. അപ്പോൾ ഈ മസാലയും ചിക്കനും കൂടി ഒന്ന് വരണ്ട് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കറി റെഡിയാണ്. എന്നാലും നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം. വേറൊന്നുമല്ല, വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാജിക് ചിക്കൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.